ഹൈക്കമാൻഡ് ഒറ്റ പേരായിരിക്കും നൽകുക അതോ ഹൈക്കമാൻഡ് ഒറ്റ പേരല്ല തരത്തുള്ളൂ, ഒരാൾക്കല്ല DCC പ്രസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒറ്റ പേരിലേക്ക് വരികയാണ്. ഞങ്ങൾ ഒറ്റ പേര് തന്നെ. ഒരു പാർട്ടി ആകുമ്പോൾ പ്രത്യേകിച്ച് ജനാധിപത്യ പ്രസ്ഥാനമല്ലേ, ഞങ്ങൾക്കൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരം തരുന്ന ഏക പാർട്ടി കോൺഗ്രസ്സാണ്. അതിപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആശങ്കക്കുറവില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആശയവിനിമയം നടത്തും. ആ ആശയവിനിമയം നടത്തിക്കൊണ്ട് അതിനൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകും. അല്ല, അത് പൂർണ്ണമായി സമവായത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം KPCC പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മിക്കവാറും ഇന്ന് കൂടുതൽ പേരെ പരിഗണിക്കണം എന്നൊരു ആവശ്യം MP-മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും എല്ലാ മേഖലകളിലും അത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കും. ഹൈക്കമാൻഡ് ഒറ്റ പേരായിരിക്കും നൽകുക അതോ ഹൈക്കമാൻഡ് ഒറ്റ പേരല്ല തരത്തുള്ളൂ, ഒരാൾക്കല്ല DCC പ്രസിഡന്റ് ആകാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒറ്റ പേരിലേക്ക് വരികയാണ്. ഞങ്ങൾ ഒറ്റ പേര് തന്നെ. അങ്ങനൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ ഇതൊക്കെ ഈ പിന്നെ മെനഞ്ഞെടുത്ത് കാര്യങ്ങളിലേക്ക് പോകണ്ട. ഇപ്പോൾ അദ്ദേഹം MP അല്ലേ, കേരളത്തിൽ നിന്നുള്ള MP ആണ്, തിരുവനന്തപുരം ജില്ലയിലെ MP ആണ്. അപ്പോൾ MP എന്നുള്ള നിലയിൽ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുക എന്ന് അല്ല, അദ്ദേഹത്തെ ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം. കോൺഗ്രസിന്റെ ഏത് പട്ടിക വന്നാലും യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം സംബന്ധിച്ചപ്പോൾ കല്ലുകടി എല്ലായ്പ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരം കല്ലുകടികളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് വാർത്തകൾ കൊടുക്കാൻ നിൽക്കണ്ട. അത് കൊടുത്താൽ പിന്നെ അവസാനം നിങ്ങൾക്ക് അത് തിരുത്തേണ്ടതായിട്ട് വരും. തിരുവനന്തപുരം DC അധ്യക്ഷൻ ശക്തൻ തുടരാൻ തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ പാർട്ടി? അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാ? ഇത് പൊതുവെ ഇപ്പോൾ കാര്യങ്ങളൊന്ന് തീർത്തോട്ടെ, ഒന്ന് പാർലമെന്റിൽ പോട്ടെ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തുകൊണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിൽ പോകണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ അവസാനമായി ഒരു തീരുമാനമെടുക്കും. DCC അധ്യക്ഷന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നൊരു നോംസ് ഇല്ല, താല്പര്യം പ്രകടിപ്പിക്കാൻ സാഹചര്യമുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ഒരു നോംസ് ഒന്നും ഇതുവരെ, ഈ സ്ട്രിക്റ്റ് നോംസ് ഒന്നും ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാകത്തുമില്ല. കേരളത്തിന്റെ കാര്യത്തിൽ നിർദ്ദേശത്തിൽ ഇളവ് തരുമെന്നുള്ളതാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, അങ്ങനെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പുതിയൊരു കാര്യം നിങ്ങൾ പറഞ്ഞ് അവസാനം അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കും. ഞാനൊന്ന് പൊക്കോട്ടെ, പാർലമെന്റിൽ ഒന്ന് പൊക്കോട്ടെ. അതാത് കാര്യങ്ങൾ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഇപ്പോൾ MP-മാരെ വ്യക്തിപരമായി കാണണം എന്ന് PCC പ്രസിഡന്റ് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് ഓരോ MP-മാരുടെ ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയുള്ള സമയം ഉണ്ടാകും.